നമസ്കാരം, കോമഡി സൂപ്പർ നൈറ്റിന്റെ ഒരു പുത്തൻ ചിരി അരങ്ങിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. പതിവ് പോലെ നമുക്ക് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ പ്രിയപ്പെട്ട സുരാജേട്ടനെ എന്ന് പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ ഒരു സത്യം പറയട്ടെ, സുരാജേട്ടൻ ഇന്ന് വന്നിട്ടില്ല. സത്യം, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ സുരാജേട്ടൻ മൂവിയുടെ ഷൂട്ടൊക്കെ ആയിട്ട് കുറച്ച് തിരക്കിലാണ്. അതുകൊണ്ട് എന്നോട് ഒറ്റയ്ക്ക് ഈ സ്റ്റേജ് ഹാൻഡിൽ ചെയ്യണമെന്ന് സുരാജേട്ടൻ നിർബന്ധിച്ച് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ഇന്നിവിടെ നിൽക്കുകയാണ്. അപ്പം എന്തായാലും നമുക്ക് അധികം വെച്ച് ദീർഘിപ്പിക്കാതെ നമുക്ക് ഇവിടെ ഇന്നത്തെ അതിഥി ഇങ്ങോട്ട് സ്വാഗതം ചെയ്യാം. ഇന്ന് കോമഡി സൂപ്പർ നൈറ്റിന്റെ വേദിയിലേക്ക് വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാൻ വേണ്ടിയിട്ട് അതിഥിയായിട്ട് എത്തിയിട്ടുള്ളത് മലയാളികൾക്ക് ഒട്ടും അന്യല്ലാത്ത നമുക്കെല്ലാം പ്രിയങ്കരിയായ നായിക അനന്യ. Zingenim Simba Simba repose. Baha kiliki pipi fili fiji vlak roiki unodu nomu o chao damba damba bugo kiliki. Kiliki pipi fili fiji black roiki unodu nomu o chao damba damba bugo kiliki. Nim kle tire hufu nim kle bahas nudu nim tak pashte daru nim kle kiliki budu zaba baha baza baha muwa mruksa baha baha. Maro 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 kiliki maro 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 kiliki maro 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 kiliki maro 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 kiliki Nim speak min surpwe. maro 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 kiliki. ഇതെന്താ ഒറ്റയ്ക്കുള്ള സുരാജേട്ടനില്ല? എന്തേ? സത്യം പറയുമ്പോൾ സുരാജേട്ടൻ ഈ ഫ്ലോറിൽ ഇല്ലാത്തതിൽ ഒരു സങ്കടമുണ്ട്. പക്ഷെ എന്നാലും ഒരു സന്തോഷമുള്ള കാര്യമാണ്, ആള് ഷൂട്ടിംഗ് ആയിട്ട് കുറച്ച് ബിസിയാണ്. അത് നല്ല കാര്യമാണല്ലോ. അതുകൊണ്ട് അനന്യ ഇവിടെ വരുമ്പോൾ പ്രത്യേകം അത് പറയണമെന്നും അതിന് ഒരു കുറവുമില്ലാതെ നോക്കണമെന്ന് എൻ്റെ അടുത്ത് പ്രത്യേകം രാവിലെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറവ് തന്നെയാണ് എനിക്ക്. അത് ശരിക്കും നമുക്കൊരു കുറവ് തന്നെയാണ്. എനിക്ക് ഭയങ്കര വിഷമമായിട്ട്. എന്നാലും കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യോ പ്ലീസ്? പാവല്ലേ? ശരി, ഓക്കെ. അപ്പൊ നമുക്ക് നമ്മുടെ വിശേഷങ്ങളിലേക്ക് വരാം. അപ്പൊ അനന്യ, വെൽക്കം ടു കോമഡി സൂപ്പർ നൈറ്റ്. ശരി, പറയൂ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? നല്ല വിശേഷം. അങ്ങനെ പോണു. ഇപ്പോൾ ഒരു തെലുങ്ക് ഫിലിം ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ അതെ. മറ്റുള്ള ഭാഷകളിൽ ഭയങ്കര ഇല്ല, ഇപ്പൊ ഈ ഒരു ഫിലിമാണ് നടക്കുന്നത്. പടത്തിന്റെ പേര് ആ ആ. പഠിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇതൊക്കെ സിനിമയിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചെയ്യേണ്ട പടമായിരുന്നു ആ ആയൊക്കെ. അതെ, തെലുങ്കിലും അപ്പൊ ഈ തന്നെയാണല്ലേ? എങ്ങനെയാ ഈ സിനിമക്കാരി ആവണം എന്നുള്ളൊരു ആഗ്രഹം വന്നത്? എനിക്ക് അങ്ങനെ ഒരു സത്യമായിട്ടുണ്ടായിരുന്നില്ല. ചെറുപ്പത്തിൽ ഫിലിംസ് ഞാൻ ചെയ്തിട്ടുണ്ട് ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ട്. പിന്നീട് അങ്ങനെ ഒരു സിനിമ അഭിനയിക്കണമെന്നോ അങ്ങനത്തെ ഒരു മോഹമൊന്നും ഉണ്ടായിരുന്നില്ല. ഡിഗ്രിക്കൊക്കെ ചേർന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്കിങ്ങനെ ഒരു ഓഫർ വന്നു. അതും ഞാനൊരു റിയാലിറ്റി ഷോയിൽ ഞങ്ങളെ കോളേജിൽ നിന്ന് പാർട്ടിസിപ്പേഷന് കൊണ്ടുപോയി. അവിടെ നിന്ന് ആണ് എനിക്കിങ്ങനെ ഒരു ഓഫർ വരുന്നത്. അപ്പം ആദ്യം എനിക്ക് അങ്ങനെ അഭിനയിക്കണം എന്നൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് ഓക്കെ ശരി, നമുക്കൊരു ഒന്ന് നോക്കാം എങ്ങനെയാവും. അങ്ങനെ ആണ് ഫസ്റ്റ് ഫിലിം പോസിറ്റീവ് അഭിനയിക്കുന്നത്. ഞാനേ പണ്ട് അനന്യ ഒന്ന് ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. അത് പക്ഷെ റേഡിയോയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു. അപ്പൊ നമ്മുടെ രണ്ടുപേരെയും മുഖം ഒന്ന് വെളി കാണണ്ടായിരുന്നില്ല. ഒരു റേഡിയോ ഇന്റർവ്യൂ അന്ന് ഭയങ്കര, എനിക്കൊന്ന് ഇന്നിപ്പോ സാരി കൊടുത്തോണ്ട് കുറച്ചും കൂടെ അടങ്ങി ഒതുങ്ങി. അന്ന് ഭയങ്കര ചാട്ടവും ബഹളമൊക്കെ ആയിരുന്നു. അതെങ്ങനെ റേഡിയോ കൂടി ചാട്ടം? അല്ല, എനിക്ക് കാണാമല്ലോ, ഞാൻ എന്റെ കാര്യം പറഞ്ഞത്. ലൈക്ക് ഞാൻ കാണുമ്പോൾ അനന്യ ഫുൾ ആക്റ്റീവ് അങ്ങനെയൊക്കെ. ഇന്നിപ്പോ സാരി കൊടുത്തപ്പോഴേക്കും ഭയങ്കര നിൽക്കണം. ഓക്കെ, ശരി. അത് ക്യാരക്ടറിൽ പതുക്കെ ഒരു മെച്ചൂരിറ്റി കല്യാണമൊക്കെ കഴിഞ്ഞപ്പോ കുറച്ചും കൂടെ മെച്ചൂർഡ് ആവാം. അതെ, നമ്മള് സാരിയൊക്കെ ആവുമ്പോഴേ വൃത്തിയായിട്ടിരിക്കണ്ടേ, അപ്പൊ ഒത്തിരി മസിൽ പിടിച്ചിട്ട് നിക്കാന്ന് വിചാരിച്ച് മാത്രം. അതുകൊണ്ടാണ് അത് നമുക്ക് പതുക്കെ പുറത്തിറക്കേണ്ടി വരും. കാരണം ഇനി അടുത്ത പറയാൻ പോകുന്ന കാര്യം നമ്മൾ പലർക്കും ചിലപ്പോൾ അറിയാവുന്ന കാര്യമായിരിക്കും, പക്ഷെ ചിലർക്കെങ്കിലും ഇതൊരു പുതിയ കാര്യമായിരിക്കും. ഒരു അമ്പെയ്ത്ത് വിദഗ്ധയാണ് ഈ നിൽക്കുന്നത്, അല്ലേ? വിദഗ്ധന്നൊന്നും പറയാൻ പറ്റില്ല. പിന്നെ ഇങ്ങനെ സ്റ്റേറ്റ് ചാമ്പ്യൻ ആയത് 3 വർഷം.
കോമ്പറ്റീഷനൊക്കെ പങ്കെടുക്കും അങ്ങനെ അത്ര തന്നെ. വിദഗ്ധന്നൊക്കെ പറന്നു പോണ കിളിയൊന്നും എനിക്ക് പക്ഷികളെയൊന്നും അത് പറ്റില്ല. ഈവൻ ഇവിടെ തന്നെ ഫ്ലവേഴ്സിൽ തന്നെ ശ്രീകണ്ഠൻ നായർ സാറിന്റെ സ്മാർട്ട് ഷോയിൽ വന്നിട്ട് എനിക്ക് അമ്പ് ചെയ്യാൻ പറ്റിയില്ല. എന്നിട്ട് എത്ര പേര് എൻ്റെ അടുത്ത് ചോദിച്ചു ശരിക്കും അമ്പെയ്ത്ത് അറിയുമെന്ന്. അല്ല മനസ്സിലായില്ല, ആരാ? ഞാൻ ലോക പ്രശസ്തനായ ഒരു അംപ്ലയറാണ്. അംപ്ലയറോ? ഈ സപ്ലയർന്നും അമ്പയർന്നും നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതെന്താ അംപ്ലയർ? അയ്യോ മനസ്സിലായില്ല. ഇല്ല. ഈ അമ്പൊക്കെ എങ്ങനെ എടുത്തേച്ച് ഇങ്ങനെ പ്ലേ ചെയ്യുന്ന പ്ലെയറല്ലേ അംപ്ലയർ? ഞാൻ അംപ്ലയർ. അല്ല അതിന് അങ്ങനെയാണോ പറയാ? അതിനെന്താ പറയണത്? അതിനെന്താ പറയുന്നത്? കുട്ടി പറയൂ. ആർച്ചർ. ആർച്ചർ. ഞാൻ അത് മലയാളം. അല്ല രണ്ടിലും ആ ഉണ്ടല്ലോ ചേട്ടാ. അല്ല അമ്പ് കൊണ്ട് അംപ്ലയർ. ഇനി എന്നെ നാട്ടുകാർ ഇനി അംപ്ലയർ പോണൂന്ന് പറയോ? ഇല്ല. അല്ല ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഞാൻ പുള്ളിക്കാരത്തിനെ കാണുന്നത്. എന്നെ പോലെ ഒരു അംപ്ലയർ ആണല്ലോ പുള്ളിക്കാരത്തി. ആ അത് ശരിയാണ്. അതുകൊണ്ട് ഞാൻ പുള്ളിക്കാരത്തിന് ഞാനൊരു ആർച്ചറാണ്, അംപ്ലയർ അല്ല. അത് ആണുങ്ങൾ അംപ്ലയർ, പെണ്ണുങ്ങൾ ആർച്ചറുവാ. ഞാൻ കാണാൻ വന്നതെന്ന് വെച്ചാൽ അടുത്ത മാസം നമ്മുടെ പൂനെയിൽ വെച്ചിട്ടൊരു അമ്പെയ്ത്ത് മത്സരമുണ്ട്. അപ്പൊ അതിന് അനന്യയുടെ ബില്ലൊന്ന് കടം തരുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു. അയ്യോ എന്റെ ബില്ലൊന്നും ഞാൻ കടം കൊടുക്കില്ല. എന്റെ ബില്ലൊന്നും ഞാൻ കടം കൊടുക്കില്ല. ചേട്ടന്റെ കയ്യിൽ ഇരിക്കല്ലേ? അയ്യോ ഇത് ബില്ലല്ല. അത് ഒന്നാമത് ഞാൻ ഈ പണിക്ക് നടക്കുവാണല്ലോ. ഇത് കൊന്നയുടെ കമ്പാ, ഇത് പെണ്ണുമ്പിളയുടെ പാവാടയുടെ വള്ളിയാ. ഞാൻ ഇത് കണ്ട് ചെന്നില്ലെങ്കിൽ പെണ്ണുമ്പിള അങ്ങോട്ട് കേട്ടില്ല. അങ്ങനെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. അല്ല അപ്പൊ ചേട്ടന്റെ ഒറിജിനൽ വില്ല എന്തി? ഒറിജിനൽ വില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് അംപ്ലയറിന്റെ പരിപാടി ഇല്ലല്ലോ. ഇല്ല. അതുകൊണ്ട് ഞാൻ ഈ വില്ലടിച്ചാൻ പാട്ട് ടീമിന് വാടകയ്ക്ക് കൊടുത്തേക്കുവാ. ഒരു ചെറിയ വരുമാനം അങ്ങനെ കിട്ടും. ഈ അമ്പിന്റെ പരിപാടി എപ്പോഴും ഇല്ലല്ലോ. അതുകൊണ്ട് ഇങ്ങനെ ഉള്ളത് പറയല്ലോ. ചേട്ടനെ കണ്ടു കഴിഞ്ഞാൽ ഈ അമ്പ ഇന്നൊരു കാട്ടാളനായിട്ടോ തോന്നേ. ആണോ? ശരിക്കും അതൊന്നുമല്ലേ? കറക്റ്റ് ആണല്ലേ? മുടി കണ്ടിട്ട് എനിക്ക് എന്നെ കണ്ടിട്ട് ടാർസനായിട്ട് തോന്നുന്നത്. ഓക്കെ വേണ്ടായിരുന്നു. ചേട്ടാ ഒരു കാര്യം ചെയ്യും. ചേട്ടന് ഞാൻ അനന്യയുടെ അമ്പ് ബില്ല് മേടിച്ചു തരാം. ചേട്ടൻ കുറച്ചും കൂടെ നീങ്ങി വെക്കും. ഞങ്ങൾക്കൊന്ന് ചാറ്റ് ചെയ്യണം. ഞാൻ നീങ്ങിക്കാം. അമ്പ ബില്ലും തരാമെന്ന് പറഞ്ഞ് നിങ്ങൾ ചാറ്റ് ചെയ്ത് എന്നെ ചീറ്റ് ചെയ്യരുത്. ഇല്ല ചീറ്റ് ചെയ്യോ? കൊടുക്കണ്ട അല്ലേ? അല്ല നമുക്ക് ആലോചിക്കാം. ചേട്ടൻ കുറച്ച് അങ്ങോട്ട് നീങ്ങിയതോളൂ. ഞാൻ കുറച്ച് നീങ്ങുന്നു. അപ്പൊ പറയൂ അന്യ, ബാക്കി വിശേഷങ്ങളിലേക്ക്. കുറച്ച് സാഹസികത ഇഷ്ടം. തെന്നിപ്പോയതാ. അത് അങ്ങനെയൊന്നും ഉപയോഗിക്കാൻ പാടില്ല കേട്ടോ. അതിൻ്റെതായിട്ടുള്ള ഒരു രീതിയൊക്കെ. അല്ലാണ്ട് കാലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കൊന്നക്കപ്പമായിട്ട് കുഴപ്പമില്ല. അതിനോടൊരു ബഹുമാനം വേണം. ആണോ? സാഹസികത ഇഷ്ടപ്പെടുന്ന ആളാണെന്ന് കേട്ടിട്ടുണ്ട്. ചില സിനിമകൾക്ക് വേണ്ടിയിട്ട് അതിസാഹസികമായ ഷിക്കാറിലൊക്കെ ആണെങ്കിലും സാഹസിക പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെട്ട് കൈ ഒടിയ അങ്ങനെയുള്ള പരിപാടി. കൈ ഒടിഞ്ഞിട്ടില്ല. ഷിക്കാറിലല്ല അല്ലേ? നാടോടി മന്നൻ സിനിമയില് ഞങ്ങളുടെ വീട് കയ്യേറാൻ വരുന്നുണ്ട്. മാറി നിൽക്ക് പെണ്ണേന്ന് പറഞ്ഞിട്ട് കൈ പിടിച്ചങ്ങോട്ട് മാറ്റും. അപ്പൊ റിഹേഴ്സൽസ് ഒക്കെ എടുത്തപ്പോ പക്കയായിരുന്നു. അപ്പൊ ഈ അബു സലീം ചേട്ടൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര മസിലും നല്ല ഹൈറ്റ് ഒക്കെ ഉള്ള ഒരു ആളല്ലേ. അപ്പൊ ഞാൻ പറയും ആ ബാലൻസിന് വേണോട്ടോ എന്നൊക്കെ പറഞ്ഞു. പിന്നെന്താ എനിക്കിത് കണ്ടിരിക്കുന്നു. പുള്ളി പിന്നെ എന്താ ചാമ്പ്യനൊക്കെ ആയിരുന്നു. അപ്പൊ അതൊന്നും കുഴപ്പമൊന്നുമില്ല, ഞാൻ സേഫ് ആയിട്ട് തന്നെ ലാൻഡ് ചെയ്യിക്കുന്നു പറഞ്ഞു. ക്യാമറ എല്ലാം ഓണായി ആക്ഷൻ അങ്ങോട്ട് പറഞ്ഞല്ലേ. പുള്ളിക്ക് ആവശ്യം ഒരു ആറ്റ് കയറന്നെ. ഞാൻ പോയി ഒരു മൂലക്ക് കൈ ഒടിഞ്ഞ മീൻസ് കൈ കുത്തിയാ വീണത്. കുത്തി വീണ് എനിക്ക് എഴുന്നേക്കാൻ പറ്റില്ല. അപ്പൊ അവര് വിചാരിച്ചു ഞാൻ അഭിനയിച്ചതാണ്. ശരിക്കും വേദനെടുത്ത് ഒടിഞ്ഞു എന്റെ കൈ. ഹെയർ ലൈൻ ക്രാക്ക് ഉണ്ടായിരുന്നു. അപ്പൊ അവിടുന്ന് എഴുന്നേക്കാൻ പറ്റാണ്ടായപ്പോഴാണ് പോസ്റ്ററൊക്കെ മാറിപ്പോയി. ഞാൻ എങ്ങനെയൊക്കെയോ വീണു. അതായിരുന്നു ആ ഒരു സംഭവം. അത് സാഹസം കാണിച്ചതല്ല. സാഹസം കാണിച്ചല്ല, ശരിക്കും ഒരു ആക്സിഡന്റ് സംഭവിച്ചതാണ്. അനന്യ, നമ്മളിപ്പോ ഈ എന്ത് വർക്ക് ചെയ്യുകയാണെങ്കിലും നമ്മൾ അത് അതിന്റെ പ്രാക്ടീസ് മുടക്കരുത്. ഞാൻ ഇത്രയും നാളായിട്ടുണ്ടല്ലോ, ഞാൻ എന്നും അതിരാവിലെ വെളുപ്പിനെ ഇത്രയും കഴുത്തുള്ള വെള്ളത്തിൽ നിന്ന് വെച്ച് അമ്പെയ്ത്ത് സാധകം ചെയ്യാറുണ്ട്. അതറിയാം നമുക്ക്. അങ്ങനെ അപ്പൊ ഈ അമ്പലം എങ്ങടാ പോവാ? അതിങ്ങനെ ഓരോ തവളേനെ കൊണ്ട് വെള്ളത്തില്. അപ്പൊ ഈ പാതി വില്ലും വെള്ളത്തിന്റെ ഉള്ളിലാണല്ലോ മീൻ പിടിക്കാൻ പോണത്. ഇത്രല്ലേ? അപ്പൊ നമുക്ക് ഇങ്ങനെ അമ്പൊക്കെ പിടിക്കാം. ഇതിങ്ങനെ മാത്രമല്ല, ഇങ്ങനെ പിടിക്കാലോ. അത് ഞാൻ ഈ ഇങ്ങനെ പിടിക്കണതൊക്കെ മഹാഭാരതത്തിലൊക്കെ കണ്ടു. നമ്മളൊന്നും ഇങ്ങനെ പിടിച്ചിട്ട് അമ്പയില്ല. അത് അറിയാൻ പാടില്ലാത്തവര് കാണിക്കണം. നമ്മൾ ആശാനാണല്ലോ, ചെയ്യാലോ. അപ്പൊ അതുകൊണ്ട് പ്രാക്ടീസ് മുടക്കരുത്. അപ്പൊ അനന്യയോട് അടുത്തൊരു കാര്യം ചോദിച്ചോട്ടെ. ചോദിച്ചു. അനന്യ ഒരു സിനിമയ്ക്ക് വേണ്ടിട്ട് പാമ്പിനെ എടുത്ത്. സിനിമയല്ല, സിനിമ എന്നാ ഞാൻ പറഞ്ഞത്. ഞാൻ അങ്ങനെയല്ലേ പറഞ്ഞത്. സിനിമ തന്നെ പറഞ്ഞു. അപ്പൊ ഒരു സിനിമയ്ക്ക് വേണ്ടിട്ട് പാമ്പിനെ എടുത്ത് കഴുത്തിൽ ചുറ്റി അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടെന്ന് കേട്ടല്ലോ. കഴുത്തിന് ചുറ്റിയിട്ടൊന്നുമില്ല. ഒരു ഫിലിമിന്റെ ഷൂട്ടിന് വേണ്ടിയിട്ട് അവര്
ഇങ്ങനെ അതിലൊരു സീക്വൻസ് ഉണ്ട്, പാമ്പ് മേത്തെ കൂടെ എഴുകണം. അപ്പോ അപ്പോ അവര് ഓക്കെ ശരി, ഞാൻ വിചാരിച്ചു ഒരു പാമ്പൊക്കെ ഉണ്ടാവുമെന്ന്. ഒരാള് പാമ്പ് പിടുത്തക്കാരനല്ല അങ്ങനെ പറയാ, അങ്ങനെ. അപ്പൊ ആള് വന്നിട്ട് ഒരു ചാക്കിന്റെ ഉള്ളിൽ നിന്ന് ചാക്ക ഒരു കമ്മത്തുള്ള ഒരു 5-6 താഴേക്ക് വീണു. അപ്പോൾ ഡയറക്ടർ പറഞ്ഞു ശരി നമുക്ക് ഷോർട്ടിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാനൊരു ഈ നെറ്റിന്റെ ഊഞ്ഞാലില്ലേ അതിൽ കിടക്കണം. അപ്പൊ പാമ്പ് വന്ന് തലയിൽ ഒരെണ്ണം, ചെസ്റ്റിൽ ഒരെണ്ണം, ഈ ഒരു പൊസിഷനിൽ ഒരെണ്ണം, ഹൈപ്സിൽ ഒരെണ്ണം, കാലിൽ ഒരെണ്ണം കിടക്കും പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു തലയിൽ വേണോ? അപ്പൊ എന്റെ മനസ്സിൽ തലയിൽ നേരെ ഒറ്റയടിക്ക് തത്തൂല്ലേ. അപ്പൊ അല്ല തലയെ കുത്തിയെ പേടിക്കണ്ട, വിഷം മേളിലേക്ക് പോകും. അത് കറക്റ്റ്, വിഷം മുകളിലേക്ക് പോകുന്നത്. അതെ അതെ. അപ്പൊ ഞാൻ പറഞ്ഞു തലയിൽ വേണോ, അവിടെ നിൽക്കണോ നോക്കി. അപ്പൊ ഇല്ല ഇല്ല അതൊന്നും ചെയ്യില്ല. അപ്പൊ എന്താന്ന് വെച്ചാൽ പാമ്പിന്റെ 2 സൈഡും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടോ. അപ്പൊ അത് കടിക്കില്ല, പല്ല് കാണാൻ പറ്റും, കടിക്കില്ല, നാവൊക്കെ വെളിയിൽ വരും. പാമ്പ് വേറെ ഒന്നും പറയുന്നില്ല. അങ്ങനെ ഇറക്കി വിടണമെന്നെ പറഞ്ഞിട്ടുണ്ട്. വന്നു മേത്തൊക്കെ കിടന്നു. അപ്പൊ ഡയറക്ടർ എന്താ വേണ്ടെന്ന് വെച്ചാൽ അതിങ്ങനെ എഴഞ്ഞു പോകണം, എൻ്റെ ദേഹത്ത് കൂടെ താഴത്തേക്ക് എഴഞ്ഞു പോകണം. 24 ടേക്ക് പോയി, 24 ടേക്കിലും അത് അനങ്ങിയില്ല. അനങ്ങിയില്ല. അത് ബോധം കെട്ട് പോയിണ്ടാവും. അതെന്താ? അല്ല ചുമ്മാ പറയാലോ. അതുകൊണ്ടല്ല, ഈ പാമ്പ് വില്ലനാ, അനന്യയുടെ ആരാധകനായിരിക്കും. അല്ലെങ്കിൽ പിന്നെ 24 ടേക്ക് എടുത്തിട്ട് അവൻ പോകണ്ടതല്ലേ. അതായിരിക്കും, അതാണ് ആ ഒരു ഇൻസിഡന്റ്. ഈ സ്റ്റാർ ചലഞ്ചില് ഒരു സിംഹമായിട്ടുള്ള ഏറ്റുമുട്ടലൊക്കെ മൃഗങ്ങളുമായിട്ടൊക്കെയാണ്. എന്താ എനിക്ക് ഈ അമ്പയത്തിനോട് ഒരു താല്പര്യം വരാൻ കാരണം സാഹസികതയുള്ളതുകൊണ്ടാണ്. അല്ല, അത് കൂടുതലും ആരാണ് ചെയ്യാറ്? ടാർസനും ടാർസിയും ഇങ്ങനെയുള്ള ആളുകളൊക്കെ സാഹസികമായിട്ടുള്ള അതല്ലേ? അതാണ്. അപ്പൊ ഇതൊരു ചലഞ്ചായിരുന്നു. അപ്പൊ ആദ്യം രാജീവ് ആദ്യം കടുവയാണോ പുലിയാണോ ആവോ എന്തോ അപ്പൊ അത് ഇറങ്ങി ചെന്നതും ഇതങ്ങോട്ട് ഒച്ചെടുക്കാൻ തുടങ്ങി. നല്ലൊരു ഒച്ച. അതിന് പറ്റിയൊരു എതിരാളിയെ കിട്ടിയപ്പോ എതിരാളി ബെസ്റ്റ് ആളാണ് ഞാൻ. അത് ഒരു തട്ട് മതി. ഓക്കെ. അപ്പൊ ഇറങ്ങിയൊക്കെ കഴിഞ്ഞു. അതിനെ തൊടാൻ വേണ്ടി ചെന്ന് കഴിഞ്ഞപ്പോഴൊക്കെ അത് സമ്മതിക്കണില്ല. ചില ആൾക്കാരെ അത് കണ്ണിലേക്ക് തന്നെ നോക്കിയിട്ടാണ് അത്ര അത് സമ്മതിക്കുന്നതും അത് സൈലന്റ് ആയിട്ട്. അപ്പൊ എന്നെ ഇങ്ങനെ നോക്കണം. ഞാൻ വിചാരിച്ചു എന്റെ കാര്യം തീർന്നു, അവസാനമായിട്ട് എല്ലാവരും ഒന്ന് കാണണം. ശരിക്കും നോക്കും. ഇപ്പൊ ചേട്ടൻ എന്നെ നോക്കണല്ലേ? അതുപോലെ അല്ല, സിംഹമൊക്കെ വേറെ അർത്ഥത്തിൽ നോക്കി തുടങ്ങിയോ? അതല്ല ഉദ്ദേശിച്ചത്. സാധാരണ നമ്മളെ നോക്കണ അതല്ലെങ്കിൽ അത് ഒച്ച ഉണ്ടാക്കും. ഒച്ച ഉണ്ടാക്കിയില്ല, വളരെ സൈലന്റ് ആയിട്ട് ഞാൻ പോയി തൊട്ടു, അതിന്റെ അടുത്ത് നിന്നു. അതിന്റെ അടുത്ത് നിൽക്കുമ്പോഴേ ഞാൻ അടുത്തേക്ക് ചെല്ലുമ്പോ അത് വേറെ വഴിക്ക് പോണു. അങ്ങനെ അവസാനം അതിനെ തൊട്ട് അവർ എൻ്റെ അടുത്ത് പറഞ്ഞു ഫീഡ് ചെയ്യാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഫീഡ് ചെയ്യില്ല, കാരണം രാജീവ് കൊടുത്തു കഴിഞ്ഞപ്പോ പല്ലൊക്കെ രാജീവിന്റെ കയ്യിൽ കൊണ്ടു. അപ്പൊ എനിക്ക് പേടി, അത് എന്റെ കൈ കണ്ടിട്ട് വല്ല മാംസകഷ്ടാന്ന് പറഞ്ഞോണ്ട് എടുത്തു പോയാലോ. ശരി പറഞ്ഞു വേണ്ട എന്ന് പറഞ്ഞിട്ട് ഫുഡ് കൊടുക്കാണ്ടൊക്കെ പോന്നു. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും ഇറങ്ങിയതിന് ശേഷം പറയാണ് അത് 3 പേരെ കൊന്നിട്ടുണ്ടെന്ന്. അത് 3 പേരെ കൊന്നിട്ടുണ്ട്. വീണ്ടും അത് ചെയ്യാതിരുന്നതിനാന്ന് പറഞ്ഞോ, അതിന്റെ ആവശ്യത്തിൽ ടാർഗറ്റ് 3 പേരുണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ പിന്നെ അതാരും ഒന്നും ചെയ്യില്ല. അതുകൊണ്ട് അതൊന്നും ചെയ്യായിരുന്നു. ഇതുപോലെ എൻ്റെ മോൻ ഒരു ദിവസം ഞായറാഴ്ച പക്കവട നിന്നിരിക്കുന്ന സമയത്ത് അവനൊരു ആഗ്രഹം സിംഹത്തിനെ കാണാൻ പോകുന്നു. കാട്ടിൽ പോയിട്ടോ? കാട്ടില്ല നീ മറ്റേ ഇവിടെ എവിടെ മറ്റേ 200 200 മറ്റേ ഇങ്ങനെ ഇരുന്നിട്ട് 2 പൂജ ഇടൂലേ ചേട്ടാ. 200 നല്ലത് സൂ എന്നാ എഴുതിയിരിക്കുന്നേ. മൃഗശാല. മൃഗശാല ഇല്ലേ? മൃഗശാല എന്നാണ് സൂ എന്ന് എഴുതണേ. വെറുതെ അവിടെ ചെല്ലുമ്പോ പെരുമ്പാമ്പ് അവിടെ ചെയ്തിട്ടല്ലേ അങ്ങനെ. ഞാൻ അങ്ങോട്ട് ചെല്ലുക. ഞാനിങ്ങനെ ചെല്ലുന്ന സമയത്ത് അച്ഛൻ കടുവേനെ കാണിച്ചു. ഇതാണോ കടലല്ല കടുവ. അതിനെ മോനെ ഇതല്ലടാ എന്ന് പറഞ്ഞു. ഞാൻ ദേ കാണാന്ന് പറഞ്ഞു. അപ്പൊ കൊച്ചു വെക്കുക അതേ മഹർഷിയുടെ കൂട്ടിരിക്കണാണോ സിംഹം? ജടയൊക്കെ ഇരിക്കുന്ന സമയത്ത് കൊച്ചിങ്ങനെ കഴിക്കാത്തൊക്കെ നോക്കിയിട്ട് പറഞ്ഞു അച്ഛാ
ഈ സിംഹം ഒറ്റ അടി അടിച്ചു കഴിഞ്ഞാൽ അച്ചായി ചത്തുപോകുമെന്ന് ചോദിച്ചു. ആ ഞാൻ പറഞ്ഞു പിന്നെ ഓൺ ദ സ്പോട്ടിൽ സമയം കിട്ടാത്ത രീതിയിൽ ചത്തുപോകുന്നു പറഞ്ഞു. അപ്പൊ അവൻ എന്നോട് ചോദിക്കുക, അങ്ങനെയാണെങ്കിൽ ഞാൻ ഏത് വണ്ടിക്ക് ചെന്നാലാ വീട്ടിൽ ചെല്ലണമെന്ന്. എന്റെ മോന്റെ ബുദ്ധിയെ നല്ല സ്നേഹമുള്ള മോൻ. അതാണ്. ഓക്കെ, അപ്പൊ പറയൂ, തെലുങ്ക് പോലെയുള്ള ഭാഷകളിൽ അഭിനയിക്കും എന്തെങ്കിലും ഭാഷ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ടോ? അതോ പെട്ടെന്ന് പഠിക്കോ? ഇല്ല, ഇപ്പൊ കുഴപ്പമില്ല, മനസ്സിലാവും. സ്റ്റാർട്ടിങ്ങില് എൻ്റെ ഫസ്റ്റ് തെലുഗു മൂവി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഡയറക്ടർ എൻ്റെ അടുത്ത് സ്റ്റോറിയൊക്കെ പറഞ്ഞു, സീൻസ് ഒക്കെ. ഡയറക്ടർ സോറി പറഞ്ഞു എന്തെങ്കിലും തെറ്റ് ചെയ്തു? സ്റ്റോറി അല്ല, സ്റ്റോറി അത് പറയണ്ടേ? ഇത് നമ്മൾ അറിയുന്നുണ്ടോ? അതെ. അപ്പോ സ്റ്റോറിയൊക്കെ പറഞ്ഞു, കഥയൊക്കെ പറഞ്ഞു. അതെ, എല്ലാം കഴിഞ്ഞു. ഷൂട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഒരു 2-3 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അത് ഷൂട്ടിന്റെ ഇടയിൽ എനിക്കൊന്ന് റൂം വരെ പോകണമായിരുന്നു. എൻ്റെ ഒരു പൗച്ച് മറന്നു വെച്ചിട്ട് ഞാൻ അത് എടുക്കാൻ വേണ്ടിയിട്ട് റൂമിൽ പോയി. പോകാൻ വേണ്ടിയിട്ട് ഞാൻ പെർമിഷൻ ചോദിക്കാൻ വേണ്ടി വന്നത്, മമ്മി ഞാനും കൂടെ. അപ്പോൾ സാറ് അവിടെ ക്യാമറാമാൻ്റെ അടുത്ത് പറയാണ്, റേപ്പ് ഷൂട്ട് ഉന്തിന്ന്. റേപ്പ് ഷൂട്ട് ഉന്തി, റേപ്പ് ഷൂട്ട് ഉന്തി. അപ്പൊ ഞാനത് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായി. ഇങ്ങനെ ഒരു സീനെ കുറിച്ച് അവർ പറഞ്ഞിട്ടില്ല. അപ്പൊ ഇവരെന്റെ അടുത്ത് ഇങ്ങനത്തെ ഒരു സീൻ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടില്ല, ഇതിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. റേപ്പ് എന്ന് പറഞ്ഞൊരു വാക്കിട്ട് ഞാൻ അപ്പുറത്തേക്ക് പോവില്ല. അപ്പോ ഞാൻ മമ്മിയുടെ അടുത്ത് വന്ന് പറഞ്ഞു, മമ്മി ഇങ്ങനെ ഒരു സീൻ അവർ പ്ലാൻ ചെയ്യണ്ടെന്ന് തോന്നുന്നു, നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടില്ല. മമ്മി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ശരിയാവില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ് ഞാൻ ഡയറക്ടറുടെ അടുത്ത് വന്ന് ചോദിച്ചു. ഭാഗ്യത്തിന് ഡയറക്ടറിന് തമിഴ് അറിയാം. സാറിൻ്റെ അടുത്ത് ചോദിച്ചു, സാർ ഇങ്ങനെ എന്താണ് റേപ്പ് ഷൂട്ട് ഉണ്ടെന്നെല്ലാം പറഞ്ഞല്ലോ, നിങ്ങൾ ഇങ്ങനെയൊന്നും പറഞ്ഞിരുന്നില്ലല്ലോ, ഇതെല്ലാം ശരിയല്ല, നമ്മൾ ഷൂട്ട് ചെയ്ത് ഇത്രയും ദിവസമായി കഴിയുമ്പോഴല്ലേ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ പറയണത്. പുള്ളി ഇതെല്ലാം കേട്ടിട്ട് പറയാണ്, റേപ്പ് ഷൂട്ട് ഉണ്ടെന്ന് വെച്ചാൽ നാളെ ഷൂട്ട് ഉണ്ട് എന്നാണ് അർത്ഥം, അല്ലാണ്ട് റേപ്പ് ഷൂട്ട് ഉണ്ടെന്നല്ല പറഞ്ഞത്. തമിഴിലാണെങ്കിലും ഒരുപാട് സൂപ്പർ ഹിറ്റ് സിനിമകളുടെ ഭാഗമാവാനാണ് എനിക്ക് ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. എങ്കെയും എപ്പോഴും പോലെയുള്ള നല്ല ബ്യൂട്ടിഫുൾ സോങ്സ് ഒക്കെ ഉള്ള സിനിമകളുടെ ഭാഗമായിട്ടുണ്ട്. അപ്പൊ തമിഴിലെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? അവിടുത്തെ ഫാൻസ് എങ്ങനെയുണ്ട്? നല്ല എക്സ്പീരിയൻസ് ആണ്. നല്ല, എനിക്ക് പേടിയാ. ഇങ്ങോട്ട് നോക്കി പറഞ്ഞു. പേടിക്കണ്ട കുട്ടി, നന്നായിട്ട് പറഞ്ഞോളൂ, പേടിക്കണ്ട. അല്ല, ഞാൻ എന്ത് പറഞ്ഞാലും എന്നെ കളിയാക്കില്ലേ? അയ്യോ ശരി, ഒരിക്കലും കളിയാക്കുന്നു. ശരി, അല്ലല്ല, നല്ല ഫാൻസ് ഒക്കെയാണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആണ് തമിഴ് ഫിലിംസ് ചെയ്യുമ്പോൾ. എൻ്റെ ഫസ്റ്റ് തമിഴ് ഫിലിമിൽ കിട്ടിയൊരു സപ്പോർട്ടും ബാക്കപ്പ് ഒക്കെ കൊണ്ടാവാം എങ്കെപ്പോതും വരെ ഇന്നും പ്രേക്ഷകർ മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു സിനിമയാണ് എൻ്റെ ക്യാരക്ടേഴ്സ് ആണെങ്കിൽ. ഇഷ്ടമാണ് തമിഴ് ഫിലിംസ് ചെയ്യാൻ, ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അനന്യ ഒരു 4 വരി നമുക്ക് വേണ്ടി ഇനി പാടുന്നു. എങ്ങനെയുണ്ട്? നല്ല ഐഡിയ അല്ലേ? ഐഡിയ ഒക്കെ നന്നായിട്ട്. ശരി, അപ്പൊ ഒന്നുകിൽ പാട്ട് കേട്ടിട്ട് ഈ ചേട്ടൻ ഇവിടെ തന്നെ നിൽക്കും, അല്ലെങ്കിൽ ഈ ചേട്ടൻ എന്തെന്നേക്കുമായിട്ട് ഞാൻ പറഞ്ഞ ഞാനിത് നിങ്ങളെ പറഞ്ഞ കഥയിൽ കേട്ട് മുഴുകിയിട്ട് ഞാൻ എന്റെ അമ്പുവിന്റെ വില്ലിന്റെ കാര്യം മറന്നു പോരുത്. ഇല്ല ചേട്ടാ, ഇത് കഴിയുമ്പോ അനന്യ തരും. അതെ, എന്റെ കയ്യിൽ നിന്ന് എന്തായാലും അമ്മ കിട്ടില്ല, അത് ഉറപ്പ്. നമുക്ക് ഞാനൊരു എന്റെ അസോസിയേഷനില്ലേ, ഈ അതിന്റെ അവരുടെ നമ്പർ തരാം, അവിടെ പോയി വാങ്ങിച്ചു. നമുക്ക് കിട്ടിയാ അത് അവിടെ പോയി മേടിച്ചാ. അപ്പൊ നമുക്ക് പാട്ട് പാടി കഴിഞ്ഞിട്ട് നമ്പർ തരും. ശരി. മഞ്ഞൾ പ്രസാദവും നെറ്റിയിൽ ചാർത്തി മഞ്ഞക്കുറി മുണ്ടു ചുറ്റി ഇന്നെന്റെ മുറ്റത്ത് പൊന്നോടപ്പൂവേ നീ വന്നു ചിരി തൂകി നിന്നോ, വന്നു ചിരി തൂകി നിന്നു, ഓ വന്നു ചിരി തൂകി നിന്നു. മഞ്ഞൾ പ്രസാദവും നെറ്റിയിൽ ചാർത്തി മഞ്ഞക്കുറി മുണ്ടു ചുറ്റി. നല്ല അസലായിട്ട് പാടി. സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ സൗന്ദര്യം ഉള്ള ചില നിമിഷങ്ങളിൽ ഒരു നിമിഷമാണിത്. പാട്ട് പാടുന്നത് അല്ല, മഞ്ഞൾ പ്രസാദവും നെറ്റിയിൽ ചാർത്തി മഞ്ഞൾ കുരുമുണ്ടും ചുറ്റി. അമ്പലത്തിലെ ഉത്സവത്തിന് പോകുമ്പോ ഈ തേങ്ങയ്ക്കകത്തൊക്കെ എണ്ണയൊക്കെ ഒഴിച്ചിട്ട് ഇവിടെ തിരികെ എത്തിക്കുമ്പോ ഇങ്ങനെ പോകുമ്പോ പെണ്ണുങ്ങളുടെ മുഖമൊക്കെ ഒന്ന് കാണണം. ചേട്ടനപ്പൊ ഇത് തന്നെയാണ് പരിപാടി, അമ്പയത്തൊന്നും അല്ല. ഇതിങ്ങനെ അറിയാതെ ഇങ്ങനെ പുറത്തേക്ക് ഈ പാട്ട് പാടിയപ്പോ എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. എന്റെ വീട്ടില് ഈ അളിയനും പെങ്ങളൊക്കെ ഇങ്ങനെ ഇവിടെയല്ല, അളിയനൊക്കെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് പെങ്ങളും വന്നിട്ട് പറഞ്ഞു, ചേട്ടാ ഇന്ന് കറി വെക്കാനൊന്നുമില്ല, ഇത് ഹർത്താലുവാ.
കറി വെക്കാനൊന്നുമില്ല, കടയിൽ പോയെന്ന് മേടിച്ചോണ്ട് വരാൻ പറ്റും. എടാ ഹർത്താലിനെ പോകാൻ പറ്റുമോ? ഇല്ല. പുള്ളി ഒരു കാര്യം പറഞ്ഞു, പുള്ളി ഭയങ്കര ചൂണ്ടയിടുന്ന കാര്യത്തിൽ ഭയങ്കര വിദഗ്ധനാ. പുള്ളി ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് അതിനകത്ത് ചൂണ്ടയിട്ട് അതിനകത്ത് മീൻ പിടിക്കും. അത്രയ്ക്ക് രാശിയാണ് പുള്ളിക്ക്. അപ്പൊ പറഞ്ഞു, എടി നീ ഒരു കാര്യം ചെയ്യ്, നീ ആ ചൂണ്ടയും കിടത്തേന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഒരു അമ്പും ബില്ലും പോണ പുള്ളി ഇങ്ങനെ അങ്ങ് പോയി ചൂണ്ട ഇടിക്കാനായിട്ട്. പുള്ളി നേരെ അങ്ങ് ചെന്ന് വെച്ച് പെങ്ങളിങ്ങനെ മീൻ വെട്ടാൻ റെഡി ആയിട്ട് നിൽക്കുക. അളിയനിങ് വന്ന് ചേട്ടാ ഇന്ന് എന്നാ കിട്ടിയെന്ന്, വലയിൽ എന്നാ കിട്ടിയെന്ന് വെച്ചപ്പോ ഈ അളിയൻ പറയാ, നീരാളിയ വലയിൽ നീരാളിയ. അങ്ങനെ ഒരു ഇൻസിഡൻസ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. താങ്ക് യു ടീച്ചർ. അല്ല അതെന്തൊക്കെ പറഞ്ഞു? അതങ്ങനെയാണല്ലോ, ഇതിവിടെ പറയേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ പുള്ളി ചുമ്മാ അങ്ങ് പറയാ. നിങ്ങൾ സ്റ്റാറുകൾ നിങ്ങൾക്ക് എന്തും പറയാമല്ലോ. സത്യം പറഞ്ഞാല് ഇയാളവിടെ നിൽക്കേണ്ട കാര്യം തന്നെ ഇല്ല. അപ്പൊ ഇനി അടുത്ത റൗണ്ടിലേക്ക് നമ്മൾ പോവാണ്. ഇവിടെ കുറച്ച് കുസൃതി ചോദ്യങ്ങളുണ്ട്. അപ്പൊ അതിന് ഉത്തരം പറയാം. ചേട്ടന് വേണമെങ്കിൽ കൂടാ കേട്ടോ. ചേട്ടനോട് കയ്യിലൊരു പോയി ചേട്ടന് പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ ശ്രമിക്കാം. ചേട്ടന് വേണമെങ്കിൽ അനന്യെ സഹായിക്കാം. നമ്മുടെ ഒന്നാമത്തെ ചോദ്യം, ഒരു പൂവൻകോഴിയും ഒരു പിടക്കോഴിയും ബസ് കാത്ത് നിൽക്കുകയായിരുന്നു ബസ് സ്റ്റോപ്പില്. ഈ കോഴിയുടെ കാര്യം വന്നിട്ട് എന്നോട് കൂടിക്കോളാൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായില്ല. അല്ല, ചേട്ടന് മനസ്സിലായല്ലോ. മനസ്സിലായോണ്ടാണല്ലോ ചേട്ടൻ തിരിച്ച് ചോദിച്ചത്. അത്രേ ഉള്ളൂ, അത്രേ മനസ്സിലാക്കിയാൽ മതി. അപ്പൊ ഒരു പൂവൻകോഴിയും പിടക്കോഴിയും ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ ബസ് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ബസ് വന്നപ്പോ പിടക്കോഴി മാത്രം കയറിപ്പോയി. കാരണം എന്തായിരിക്കും? രണ്ടുപേർക്കും പോണ്ടത് ഒരേ സ്ഥലത്തേക്കാണ്. പക്ഷെ എന്നിട്ടും ബസ് വന്നപ്പോ പിടക്കോഴി മാത്രം കയറിപ്പോയി. പൂവൻകോഴി അവിടെ തന്നെ നിന്നു. എന്തിനായിരിക്കും? രണ്ടുപേരും ഒരുമിച്ചാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അല്ലെങ്കിൽ കൂട്ടിൽ നിന്ന് ഇറങ്ങിയത്. ബസ് സ്റ്റോപ്പിൽ ചെന്നുണ്ടോ? ക്ലൂ ഇല്ല. ഒരു ക്ലൂ. ഇത് രണ്ട് പിടക്കോഴികളല്ല, ഒരു പിടക്കോഴിയും ഒരു പൂവൻ കോഴിയുമാണ്. തമ്മിൽ തെറ്റി. ട്രാൻസ്പോർട്ട് ബസ് ആയിരുന്നു. ആ പറഞ്ഞൊക്കെ വരുമ്പോ അടുത്തൊക്കെ വരുന്നുണ്ട്. ഒന്നും കൂടെ ഉത്സാഹിച്ചാൽ കിട്ടും. പിടക്കോഴി മാത്രം കയറിപ്പോയി, പൂവൻകോഴി പോയില്ല. കരയിക്കരുത്. എന്നെ നോക്കണ്ട, ആപത്തിൽ എന്നെ സഹായിച്ചില്ലല്ലോ. ബില്ല് കൊടുത്തില്ലല്ലോ. ഞാനത് നമ്പർ കൊടുക്കാന്നല്ലേ പറഞ്ഞേ. നമ്പർ തരും. നമ്പർ കുഴപ്പമില്ല, ഞാൻ ചെറുതായിട്ട് സഹായിക്കുന്നു. ഞാൻ പുള്ളിക്കാരത്തി പക്ഷേ ചേട്ടൻ ഇതിന് ഉത്തരം പറയാൻ പറ്റേണ്ടതാണ്. എന്നാലും ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ഉണ്ടോ? ബസ്സാണോ? ബസ്സാണ്. ബസ് തന്നെയാണ് പോയിന്റ്. പൂവൻകോഴി കയറിയില്ല, പിടക്കോഴി മാത്രം കയറിപ്പോയി. അതെന്തായിരിക്കും? എന്തായിരിക്കും അത് ചേട്ടൻ അറിയേണ്ടതാണ്. ലേഡീസ് ഉള്ളി. കറക്റ്റ്, അതൊരു ലേഡീസ് ഓൺലി ബസ് ആയിരുന്നോ? ഞാൻ രാവിലെ കൂടെ വായി നോക്കിയാണ് ഞാൻ കണ്ടാ. എന്നിട്ട് അറിഞ്ഞൂടാ. ലേഡീസ് ഓൺലി ബസ് ഉണ്ടോ നമ്മുടെ കേരളത്തില്? പിന്നില്ലേ? ഉണ്ടോ? ഇല്ല, ബസ്സല്ലേ? KSRTC ലേഡീസ് ഓൺലി ബസ് ഉണ്ട്. ലേഡീസ് ഓൺലി ബസ് ഉണ്ടോ? അറിഞ്ഞൂടായിരുന്നല്ലേ? നേരത്തെ പറയണ്ടായിരുന്നോ? ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം. ആനയുടെ മൂക്കിന് തുമ്പിക്കൈ എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ തുമ്പിയുടെ കൈക്ക് എന്ത് പറയും? ആനക്കൈ എന്ന് പറഞ്ഞാലോ? തുമ്പിക്കൈ അല്ല, തുമ്പിയുടെ കൈ. ആനയുടെ മൂക്കിന് തുമ്പിക്കൈ എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ തുമ്പിയുടെ കൈക്ക് എന്ത് പറയും? ഞാൻ പറഞ്ഞത് ശരിയല്ലേ? തുമ്പി കണ്ടിട്ടുണ്ടോ ചേട്ടാ? തുമ്പിയുടെ കൈ. തുമ്പിയുടെ കൈ. തുമ്പിയുടെ കൈ. തുമ്പിക്കൈ അല്ലേ? അല്ല, വേറെ ക്ലൂ. അതാ ഞാൻ ചോദിച്ചത്, തുമ്പിയെ കണ്ടിട്ടുണ്ടോ? തുമ്പി എങ്ങനെ ഇരിക്കും എന്നറിയോ? തുമ്പി കാലില് അല്ല കയ്യില്. തുമ്പി ഇങ്ങനെ സാധാരണ ഞാൻ കാണുന്നത് ഞങ്ങളുടെ ഹൈ റേഞ്ചിൽ ലോറി കട്ടൻസ് കയറ്റിക്കൊണ്ട് പോണാര് വാല് നീട്ടി ഇങ്ങനെയാണ് കയ്യിലല്ലേ ഇരിക്കണേ. തുമ്പിക്ക് രണ്ട് കൈയാണോ? അല്ലേ, രണ്ട് കൈയില്. തുമ്പിക്ക് നിങ്ങൾ തമ്മിൽ ആലോചിക്കുക, എന്നിട്ട് ഉത്തരം കണ്ടുപിടിക്കും. ക്ലൂ അത് ന്യായമാണ്. ഏറ്റവും വലിയ ക്ലൂ ആണ് ചോദിച്ചത്. തുമ്പിയെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. തുമ്പിയുടെ കൈക്ക് എന്ത് പറയും? തുമ്പിയുടെ കൈക്ക് തുമ്പിക്കൈ എന്ന് പറയും, വേണമെങ്കിൽ പറയാം. അല്ല, കാലുള്ളൂ, കൈയില്ല. അതല്ലേ ചോദിച്ചത്. തുമ്പിക്ക് കാലേ ഉള്ളൂ മനുഷ്യ, കൈയില്ല. കൈയില്ലേ? ഇല്ല. അപ്പൊ ഇന്നാളെ ഞങ്ങൾക്ക് ഒരു തുമ്പി ഇങ്ങനെ അടിച്ചിട്ട് മുഖം തുടക്കണുണ്ടായിരുന്നു. അതിന്റെ ഫ്രണ്ടിലെ ഏറ്റവും ഫ്രണ്ടിലേക്കണല്ലേ അത് കയ്യാ? അത് കാലാ ചേട്ടാ. ആണോ? ചേട്ടാ ഞാൻ തോറ്റു വന്നിരിക്കുന്നു. അടുത്തത് ശ്രദ്ധിച്ചു കേൾക്കണം. വള്ളിയിട്ടാൽ വടിയാകുന്ന ഒരു പലഹാരം ഏത്? വള്ളിയിട്ടാൽ വടിയാകുന്ന ഒരു പലഹാരം എന്ത് പലഹാരമാണ്? മധുരമാണ്? മധുരമൊന്നുമില്ല. മധുരമല്ല. ഇടിയപ്പം. വേണമെങ്കിൽ പഞ്ചസാര ഇടാം. വള്ളിയിട്ടാൽ വടിയാകുന്ന ഒരു പലഹാരം.
പുട്ടൊന്നും അല്ല. കടിയാണോ? പലഹാരത്തിന് ഞങ്ങളുടെ കടി എന്നൊക്കെ പറയും. കായിട്ടേച്ച്. ചേട്ടാ ഇതൊരു പലഹാരമാണ്. ആ പലഹാരത്തിന്റെ പേര് പറയണം. പലഹാരം എന്ന് പറയുമ്പോ അത് എങ്ങനത്തെ പലഹാരം? സൗത്ത് ഇന്ത്യൻ ആണോ? അതെ, സൗത്ത് ഇന്ത്യൻ പലഹാരമാണ്. ഇഡ്ഡലി, ദോശ, പുട്ട്, ഇടിയപ്പം. ആ, ഇത് മിക്കപ്പോഴും കുറച്ച് സ്പൈസി ആവും. ഉപ്പുമാ. അല്ലല്ല. സ്പൈസി ആയിട്ട് ഇതിനൊരു വള്ളി ഇട്ടാല് ഇത് വടിയാവും. ചിലപ്പോ ഇഞ്ചി ചേർക്കും, കുരുമുളക് ചേർക്കും, ഉപ്പുമാ, കറിവേപ്പില. പൊങ്കല്. അത് മാത്രല്ല, പലഹാരം, സ്നാക്സ്, വട. അടിപൊളി. അതാണ് വടക്കിലെ വള്ളി ഇട്ടാൽ വടിയാവുന്നത്. ചേട്ടാ വടിയായിട്ട് നിക്കണം. നിപ്പ് കണ്ടോ? കുരുമുളകൊക്കെ വടയിലില്ലേ? ഇടില്ലേ? കുരുമുളക് ഇടില്ലേ? വടക്കകത്ത് വടയിലിടും. വടക്ക് വള്ളി ഇട്ടാൽ വടിനാവില്ലേ ചേട്ടാ? ആ ചേട്ടൻ CBSE ആണല്ലോ. ഞാൻ CBSE. അത് പറ. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. Okay. മമ്മൂട്ടിയുടെ മകന്റെ ഡാഷ് ആണ് ദുൽഖർ സൽമാൻ. മകനാണ്. മമ്മൂട്ടിയുടെ മകന്റെ പേരാണ് ദുൽഖർ സൽമാൻ. ചേട്ടാ അതെന്തായാലും റൈറ്റ് ആൻസർ ആണ്. കട്ടിയുള്ളത് മാത്രമേ പറയാറുള്ളൂ. ഇപ്പൊ മനസ്സിലായില്ല. അപ്പൊ നമ്മുടെ അടുത്ത റൗണ്ടാണ്. അപ്പൊ ഇതിനകത്തൊരു മൂവിയുടെ പേര് അല്ലെങ്കിൽ ഒരു പോപ്പുലർ ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ പേര് എഴുതിയിട്ടുണ്ടാവും. അത് എന്താണെന്നുള്ളത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ അഭിനയിച്ച് കാണിക്കണം. അപ്പൊ ആദ്യത്തെ കാർഡ് അനന്യക്ക് എടുക്കാം. അനന്യ ഇത് എല്ലാരെയും കാണിച്ചു കൊടുക്കുക. നമ്മുടെ അമ്പെയ്ത്ത് ചേട്ടൻ ഇത് അഭിനയിച്ച് കാണിക്കും. എല്ലാരെയും കാണിച്ചോളൂ. അനന്യ നോക്കാൻ പാടില്ല. ശരി. ആ, അടിപൊളി. ഭിത്തി, ആകാശം, കിളി, തണുക്കണു, പെരക്കണു, കുളിർ, കുളിർ, ആകാശം, കറുത്തിരുണ്ട്. അയ്യോ, അത് ഞാനല്ലേ? എന്റെ മുഖത്ത് നോക്ക് കറുത്തിരുണ്ടെന്ന്. ചേട്ടാ സംസാരിക്കാതെ ചേട്ടാ. ആ, മഴ, ഇടിവെട്ട്, ആ, തണുപ്പ്. ആ. ചേട്ടാ ഈ അതിന്റെ ബാക്കി പറയിപ്പിക്കാൻ നോക്കാം. അടുത്തത് താമര, റോസാപ്പൂ, റോസാപ്പൂ, മുട്ട് വിടർന്നു. ആകാശം മുട്ട് വിടർന്നു. നിറച്ച് വിടർന്നു. ഭഗവാനെ. അതായത് പൂക്കൾ വിടർന്നു. വിടർന്നു വിടർന്നു. ഗാർഡൻ, പൂമ്പാറ്റ. അല്ലല്ല, ആദ്യം പറഞ്ഞതുമായിട്ടൊന്ന് റിലേറ്റ് ചെയ്ത് നോക്കാം. ആകാശം, മഴ, കാർമേഘം, തണുപ്പ്. ചേട്ടാ ഞാൻ വേറൊരു ബുദ്ധി പറയട്ടെ. ഇത് ആരുടെ പടമാണെന്ന്, ആരുടെ എത്രാമത്തെ പടമാണെന്ന് ചേട്ടന് കാണിച്ചു കൊടുക്കാം. അപ്പൊ പെട്ടെന്ന് പറയാൻ പറ്റും. ഓക്കെ. മഞ്ഞൾ വിരിഞ്ഞ പൂക്കൾ. എന്റെ അമ്മ ഇതാണ് കാണിച്ചത്. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളൊക്കെ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാ. അത് മാത്രം പറഞ്ഞില്ല. ഏത് മഞ്ഞിന് ഞാൻ എന്നാന്ന് പറയും? ആകാശം. അതെ, മോഹൻലാലിന്റെ കറക്റ്റ് ആ ഫിഗർ ആയതുകൊണ്ടേ, മോഹൻലാലിന്റെ കറക്റ്റ് ഫിഗർ ആയതുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞു. ആകാശം ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ മഴ എന്നല്ലേ പറയുള്ളൂ. നമ്മുടെ ഇവിടെയൊക്കെ മഴയല്ലേ ഉള്ളൂ. ഇല്ല, ഞാനിങ്ങനെ മഞ്ഞിന്റെ ഒടിവ് കാണിച്ചതാ. ശരി മഞ്ഞിന്റെ ചേട്ടാ, ഇതിന് ചേട്ടൻ ഒന്ന് പിടിക്കാം. ചേട്ടൻ പിടിക്കണു. അനന്യ എന്നെ ആക്ട് ചെയ്ത് കാണിക്കണം. എല്ലാരും കണ്ടോ? ആ, കണ്ടല്ലോ. ആ, ഓക്കെ. മലയാളമാണോ? മലയാളം. വിളിച്ച് വർത്താനൊക്കെ പറയാല്ലേ? ഇല്ല, എനിക്ക് ചോദിക്കാലോ. മലയാളമാണ്. ഓക്കെ ഓക്കെ. ആക്ടറിന്റെ പേരാണോ? നെഞ്ചുവേദനയാണോ? നെഞ്ചുവേദന ഇല്ല. ഞാൻ ആക്ടറെ ആക്ഷൻ. ആ, അതെ. ഓ, ഇതൊരു ആക്ടറിന്റെ പേരാണോ? അല്ലല്ല, മൂവിയുടെ പേരാണ്. ആ, ഓക്കെ ഓക്കെ. ആക്ടറിന്റെ പേരാണ് ഇപ്പൊ അഭിനയിച്ച് കാണിച്ചത്. ആ, ഓക്കെ. ഒന്നും കൂടെ കാണിച്ച്. ആ, ഞാൻ കാണിക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും തോന്നുന്നു. ആ, ബാലേന്ദ്ര മേനോൻ. അത്ര കറക്റ്റായിരുന്നു.
ആ ഇനി ബാക്കി പറയൂ. ആ ചുമ്മാ വെറുതെ ഇങ്ങനെ കാണിച്ച അച്യുതാനന്ദന എന്നൊക്കെ പറഞ്ഞു. ആ എന്തല്ലേ ഇതാ അല്ല ആകെ പ്രശ്നമായി. അല്ലല്ല, ബഹളം. അത് മാത്രം പറയരുത്, ബാക്കിയൊക്കെ പറയണം കേട്ടോ. സ്റ്റണ്ട്. പ്രശ്നം. ആ ആ പ്രശ്നം. വലിയ പ്രശ്നം. ആ വലിയ പ്രശ്നം. വലിയ പ്രശ്നം കഴിഞ്ഞു. ചെറിയ പ്രശ്നം. താടിക്കുന്നുണ്ട്. ചെറിയ പ്രശ്നമില്ല. ആ ഒന്നും കൂടെ ഒന്നുകൂടെ ഞാൻ ശ്രമിക്കാം. ഓക്കെ. ആ വലിയ പ്രശ്നം. ആ കാര്യം നിസ്സാരം. ആ പ്രശ്നം വഷളായി. കാര്യം നിസ്സാരം, പ്രശ്നം ഗുരുതരം. വെള്ളവിടെ. ശരി, ഇത് അനന്യ എടുത്തോളൂ. ഇത് അനന്യ എടുത്തിട്ട് ഓഡിയൻസിനെ കാണിച്ചു കൊടുക്കണം. അനന്യ നോക്കാൻ പാടില്ല. ഞാൻ പറയാം മൂവി ഏതാണ്. എന്റെ ഭഗവാനേ. ഒറ്റ പേര്. ആ കഷ്ണം കഷ്ണം 3. ഒന്നാമത്തെ തുമ്പികൈ, ആന, ഗജ, കേസരി, ഗജ, ഗജരാജ, പാട്ട്, മന്ത്രി, അല്ല പൂജ, ഗജരാജ പൂജ, ഗജ, ഗജ. ഈ നടക്കണെന്താ? രാജാവ് ആരെവിടെ? കൊല്ലവനെ. മുഴിഞ്ഞു, പൂജാരി, പാടി, മന്ത്രം, ഗജ രാജ മന്ത്രം. ഗജരാജമന്ത്രം. ഓ അങ്ങനെ ഒരു സിനിമയുണ്ട്. എന്നെ അങ്ങോട്ട് കൊല്ല്. ഞാൻ വിചാരിച്ചു അറിഞ്ഞിട്ട് എന്നെ പറ്റിക്കാൻ. സത്യമായിട്ട് എനിക്കറിയില്ല. അപ്പൊ നമ്മുടെ സക്സസ്ഫുള്ളി ഈ ഒരു റൗണ്ട് കൂടെ കഴിഞ്ഞിരിക്കുകയാണ്. കോമഡി സൂപ്പർ നൈറ്റിന്റെ വേദിയിലേക്ക് ഇനി നമ്മളെ ഒന്ന് എന്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മൈൻഡ് റീഡർ വരുന്നുണ്ട് ചേട്ടാ. നമ്മുടെ മനസ്സിലിരിക്കുന്നതെല്ലാം പുള്ളി വായിച്ചെടുക്കും. നമ്മളെ കണ്ട അപ്പൊ തന്നെ നമ്മുടെ മനസ്സിലുള്ളത് മൊത്തം പറയുമോ? പറയാം. എങ്കിൽ ഞാൻ ഇവിടുന്ന് ശരിയാവില്ല. എൻ്റെ മനസ്സിൽ ഒരുപാട് മെനകെട്ട കാര്യങ്ങളുണ്ട്. അതെല്ലാവരും പുറത്തറിയാം. ഞാൻ അംഗീകരിക്കില്ല പോലെ. അങ്ങനെ ഇപ്പം വേണ്ട, എൻ്റെ അടുത്താ കളി. അപ്പൊ നമുക്ക് സ്വാഗതം ചെയ്യാം. ഒരു സൈക്കോളജിക്കൽ എന്റർടൈൻമെന്റുമായി ജോയിൻ ചെയ്യുന്നു നിപിൻ നിരാവത്. എനിക്കില്ലേ നമസ്കാരം? 2-3 പ്രാവശ്യം കണ്ടോണ്ടാണോ? ആ നമസ്കാരം. എന്താ ഇന്നത്തെ പരിപാടി? ഇന്ന് സൈക്കോളജിക്കൽ എന്റർടൈൻമെന്റ് അല്ല ഇന്ന് ഞാൻ പെർഫോം ചെയ്യാൻ ഞാൻ വെറുതെ അനൗൺസ് ചെയ്തു. കാര്യം അതിന്റെ കാരണമുണ്ട്. കാരണം വളരെ ഷാർപ്പ് മൈൻഡ് ആയിട്ടുള്ള ഒരാളുടെ അടുക്കലാണ് ഞാൻ നിൽക്കുന്നത്. കാര്യം എന്നറിയോ, ഈ ആയോധന വിദ്യയിലെ അഗ്രഗണ്യായിട്ടുള്ള ഒരാളാണെന്നുള്ള കാര്യം പറഞ്ഞിരുന്നോ? അത് ഇല്ല. ആരോടെങ്കിലും പറഞ്ഞിരുന്നോ? പിന്നെ ഇല്ല. നന്നായിട്ട് അമ്പെയ്യുന്ന കാര്യത്തില് വളരെ പ്രാഗൽഭ്യം നേടിയെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ശരിയല്ലേ? അത് വളരെ ഷാർപ്പ് മൈൻഡുള്ള, അങ്ങനെയൊന്നുമില്ല. വളരെ ഷാർപ്പ് മൈൻഡ് ഉള്ളവർക്ക് മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? അതുകൊണ്ട് തന്നെ മൈൻഡ് ഗെയിം ഞാൻ അവിടെ സ്റ്റോപ്പ് ചെയ്തു. അതുകൊണ്ട് ഞാനൊരു മാജിക് ആണ് പെർഫോം ചെയ്യുന്നത്. ഇത് പെർഫോം ചെയ്യുമ്പോൾ നമുക്ക് 2 പേർ കൂടെ ഒരു പാർട്ടിസിപ്പേഷനോടുകൂടി വേണ്ടത് പെർഫോം ചെയ്യാനായിട്ട്. വൺ ഓഫ് ദ ബെസ്റ്റ് ഒരു റിംഗ് ആൻഡ് ഡ്രോപ്പ് എന്ന് പറയുന്ന ഒരു ആക്ടാണ് ഞാൻ പ്രസന്റ് ചെയ്യുന്നത്. സ്റ്റാർട്ട് ചെയ്യാം. എൻ്റെ കയ്യിൽ ഒരു റിംഗ് ഉണ്ട്, അതേപോലെ ഒരു റോപ്പ് ഉണ്ട്. ആദ്യം ചെയ്യേണ്ടത്, ഈ റിങ് മെറ്റൽ കൊണ്ട് ചെയ്തിരിക്കുന്ന ഒരു റിങ്ങാണ്. ഇത് കൃത്യമായിട്ട് ചെക്ക് ചെയ്യണം. ഇതിന് എന്തെങ്കിലും വിടവുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഓട്ടയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ, ഇത് സ്ട്രോങ് ആയിട്ടുള്ള റിംഗ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. സ്ട്രോങ് ആണ്. അതേപോലെ ചെക്ക് ചെയ്യാനായിട്ട് എൻ്റെ കയ്യിൽ ഒരു റോപ്പ് ഉണ്ട്. ഇതൊരു റെഡ് കളറിലുള്ള റോപ്പ് എന്ന് മാത്രമേ ഉള്ളൂ. ഇതും ഒന്ന് ചെക്ക് ചെയ്യാം, ഇത് സ്ട്രോങ് റോപ്പാണോ.
സ്ട്രോങ് ആണ് അല്ലേ? ഓക്കെ, ഇനി ഞാനിത് പെർഫോം ചെയ്യുന്നത് ഇത് ഒരു രസമുള്ള ഒരു കാര്യം പറഞ്ഞുകൊണ്ടാണ്. അതായത് ഈ റിങ് ഈ റോപ്പിനുള്ളിൽ കിടക്കണമെങ്കിൽ 2 മെത്തേഡാണുള്ളത്. ഒന്ന് യെസ് എക്സാക്ട്ലി ഇങ്ങനെ എടുത്ത് നമുക്ക് ഇതിനുള്ളിൽ നമുക്ക് ഇടാം. ഇത് ഒരു വേ ആണ്. മറ്റൊരു വേ എന്ന് പറഞ്ഞാൽ മാജിക് പഠിക്കണം. നമുക്ക് നോക്കാം. ഇതിൻ്റെ സെൻട്രൽ പോർഷനിൽ ഇങ്ങനെ ഇരിക്കുന്നു. റെഡി, 1 2 and 3. എന്തൊക്കെയോ ഡൗട്ട്. സി സ്ട്രോങ് ആണ്. ഞാനിത് ഒരു ചെറിയ ട്വിസ്റ്റ് ഇടുകയാണ്. ഇങ്ങനെ ഇതിൻ്റെ ഒരു എൻഡിൽ അനന്യ ഇങ്ങനെ പിടിക്കുക, സ്ട്രോങ് ആയിട്ട് പിടിക്കുക. 1 2 and 3. ദെൻ ഇപ്പോൾ ഒരു ഡൗട്ട് ഉണ്ടാവും, ഈ റിങ്ങിന് എന്തോ കുഴപ്പമുണ്ട്, അല്ലെങ്കിൽ റോപ്പിന് എവിടെയോ കുഴപ്പമുണ്ട് ഇല്ലേ? ഒന്ന് ചെക്ക് ചെയ്തേ. സ്ട്രോങ് ആണ്. ഓക്കെ, ഞാൻ കുറച്ചുകൂടെ ക്ലാരിറ്റി ആയിട്ട്, വളരെ ഓഡിയൻസിനോട് കാണാവുന്ന രീതിയിൽ ക്ലാരിറ്റി ആയിട്ട് ഞാൻ റിങ് ഞാൻ ഇങ്ങനെ ഇൻസേർട്ട് ചെയ്യാം. നോക്കാം. പിന്നെ ചെയ്യേണ്ടത് ഞാൻ ഇതിൻ്റെ ഈ എൻസിൽ കറക്റ്റായി ടൈറ്റായിട്ട് പിടിക്കാം. 1 ശരിക്കും പറഞ്ഞാൽ ഈ റിങ് ഇതിനുള്ളിൽ കടക്കണമെങ്കിൽ ഒരു മെത്തേഡേ ഉള്ളൂ. ഇതിൻ്റെ എൻഡുകളിലൂടെ മാത്രമേ ഇത് കടന്നു പോകാൻ സാധ്യതയുള്ളൂ അല്ലേ? ഞാൻ ഈ എൻഡുകൾ രണ്ടും ഞാൻ ലോക്ക് ചെയ്ത് ഇങ്ങനെ ഫ്രണ്ടിലിടുകയാണ്. ഓക്കെ, കാണാം. ദെൻ ഞാൻ ഇത് ഇവിടെ ഇങ്ങനെ കയ്യിൽ ഹോൾഡ് ചെയ്യുന്നു. ഞാൻ ഈ ഒരു പോർഷനിൽ ഇത് പെനിട്രേറ്റ് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ജസ്റ്റ് ഇങ്ങനെ ക്ലിപ്പ് ചെയ്യാം. ഓക്കെ, അനന്യ ചെയ്യേണ്ടത് ഇതിൽ ടൈറ്റായിട്ട് പിടിക്കാം. ഓക്കെ, ദെൻ വിട്ടു, കൈ ലൂസ് ആക്കിയോ, വിട്ടോളൂ. ഇത് തീർന്നില്ല. ഓരോ പ്രാവശ്യവും ഓരോ ഡൗട്ടുകൾ ഇങ്ങനെ മനസ്സിൽ ജനിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ഓക്കെ, ഞാൻ ഒന്നുമില്ല, വളരെ സിമ്പിളായിട്ട് ഇതിൻ്റെ സെൻട്രൽ പോർഷനിൽ ഞാൻ ഇങ്ങനെ ക്ലിപ്പ് ചെയ്യുന്നു. കണ്ടോ? ഇപ്പൊ ഒരിക്കലും ഇത് റിങ്ങിന്റെ ഉള്ളിലല്ല, ഈ വെളിയിലാണ്. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം. ഈ റിങ് കയ്യിലിരിക്കട്ടെ. ഞാൻ ഇതിൽ ചെറിയൊരു നോട്ട് ഇടുകയാണ്. ഓക്കെ, ഈ ഒരു എൻഡിൽ ഇങ്ങനെ പിടിക്കാം. ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്യുന്നു. ദെൻ ഈ റിങ് ഈ റോപ്പിൻ്റെ ഉള്ളിലിടുകയാണ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഒരു നോട്ട് കാണാം. റിങ് കറക്റ്റ് ഓൾമോസ്റ്റ് സെൻറ്ററിൽ ഇരിപ്പുണ്ട്. ഈ 1 2 and 3 എന്ന് പറഞ്ഞാൽ ആ നോട്ടിനുള്ളിൽ ആ റിങ് കടന്നിട്ടുണ്ട്. ഈ നോട്ട് അഴിക്കാൻ പറ്റുമോ എന്ന് ചെക്ക് ചെയ്യാം. എന്തെങ്കിലും ഗിമ്മിക് നോട്ടാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞത്. ഓക്കെ ഓക്കെ, ഞാൻ അഴിച്ച് കയ്യിലെടുത്തു. ഓക്കെ, ഇനി ചെയ്യേണ്ടത് ഇത് ഈ റോപ്പിൽ മറ്റൊരു പ്രത്യേകതയുണ്ട്. അതെ, ഈ റിങ് ഒന്ന് കയ്യിൽ ഹോൾഡ് ചെയ്യാം. ഓക്കെ, ശ്രദ്ധിച്ച് നോക്കിയാൽ മാത്രം മനസ്സിലാക്കാവുന്ന ഒരു കാര്യം, ഈ റോപ്പിനൊരു പ്രത്യേകതയുണ്ട് ശരിക്കും. ഇതിൻ്റെ സെൻറ്ററിൽ ഇങ്ങനെ ഒരു നോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ എൻഡിൽ ഇങ്ങനെ പിടിക്കാം. മാക്സിമം ഇങ്ങനെ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ നോട്ട് ഇവിടെ മെൽറ്റ് ആവും. ലുക്ക് ലൈക്ക് ദിസ്. ഇത് ഒന്ന് രണ്ടായിട്ട് ടൈറ്റ് ചെയ്ത് റിങ് പോലെ ഈ ഇതിലില്ല, കാരണം ഞാൻ ചെയ്യുമ്പോൾ മാത്രം ശരിയാവില്ല. ഓക്കെ, അശ്വതി ഇതൊന്ന് ടൈറ്റ് ആയിട്ട് എനിക്ക് അതൊന്നൊരു പുത്തരിയല്ല, അതുകൊണ്ട് ഒരു കെട്ട് കിട്ടി. വെറുതെ ഇങ്ങനെ കിട്ടിയാൽ മതി. അതെ, ടോപ്പ് ഇതിലുണ്ടെന്ന് പെട്ടെന്ന് പാർട്ടിസിപ്പേഷൻ വന്നു. ഓക്കെ, ഇനി റിങ് ഇതിനുള്ളിലല്ല റിങ് അല്ലേ? ഓക്കെ, ദെൻ താങ്ക് യു. കളക്കി. ഞാൻ 101 രൂപയും ദക്ഷിണ വെറ്റിലയുമായിട്ട് വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ പിന്നെ ആ റൗണ്ടും കൂടെ എനിക്ക് തന്നെ ഏറ്റെടുക്കാമല്ലോ. താങ്ക് യു സോ മച്ച് നിഖിൽ. ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. ആ പോയി 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 ചേട്ടനെ പ്രത്യേകം തിരക്കിയായിരുന്നു. ഞാൻ ഈ ഏരിയയിലൊക്കെ ഭയങ്കര അമ്പെയ്ത്ത് വിദഗ്ധനായതുകൊണ്ട് എല്ലാവർക്കും തന്നെ അറിയാം. അല്ല, ചേട്ടൻ കുറെ നേരമായിട്ട് ഇങ്ങനെ കയറി ഇറങ്ങി നടക്കുന്നുണ്ട്. ചേട്ടൻ ഈ അമ്പ ചെയ്യാൻ വേണ്ടിയിട്ട് എവിടെയെങ്കിലും വല്ല മത്സരത്തിനൊക്കെ പോയിട്ടുണ്ടോ? എന്നാ അവിടെ തന്നെ പറഞ്ഞേ, മത്സരത്തിന് പോയിട്ടുണ്ടോന്നോ? ഈ ഏഷ്യാഡിലൊക്കെ പോയിട്ടുണ്ട്. എല്ലാ സ്ഥലത്തും ഞാൻ പോയിട്ടുണ്ട്. അപ്പൊ ചേട്ടൻ സ്വർണ്ണമൊക്കെ കിട്ടിയിട്ടുണ്ട്. സ്വർണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർണ്ണം എനിക്ക് ഒരു ചെറിയൊരു വ്യത്യാസത്തിൽ സ്വർണ്ണം നഷ്ടപ്പെട്ടു. അയ്യോ, അത് വലിയ സങ്കടാവും അല്ലേ? ചെറിയ വ്യത്യാസത്തിലൊക്കെ നഷ്ടപ്പെടാന്ന് വെച്ചാൽ സങ്കടം. എനിക്കല്ല സങ്കടം, പിന്നെ അവിടെ പരിപാടി നടത്തിക്കൊണ്ടിരുന്ന റെഫറിക്കായിരുന്നു സങ്കടം. കാരണം ഞാൻ ഈ അമ്പ് ഇങ്ങനെ എഴുതപ്പോ ചെന്ന് കൊണ്ടത് പുള്ളിയുടെ കണ്ണേലാണ്. എനിക്കല്ല നഷ്ടം, പുള്ളിക്കാരൻ നഷ്ടം, സങ്കടം ഉണ്ടായി. ചേട്ടാ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ആരെങ്കിലും ഇനിയിപ്പോ നമ്മളെ അമ്പ ചെയ്യാന്ന് വിചാരിക്കട്ടെ, നിങ്ങൾ രണ്ടുപേരോടും കൂടെ കേട്ടോ, നമുക്ക് രക്ഷപ്പെടാൻ എന്തെങ്കിലും മാർഗമുണ്ടോ ഇങ്ങനെ അമ്പ് വരുമ്പോ? അതൊരു പാട്ട് പാടി രക്ഷപ്പെടാൻ പറ്റും.
അമ്പ ചെയ്യുമ്പോ ആരെങ്കിലും പാട്ട് പാടിക്കൊണ്ടിരിക്കാം? പിന്നല്ലേ അമ്പോ ചെയ്യുമ്പോ നമ്മളൊരു പാട്ട് പാടി രക്ഷപ്പെടാൻ പറ്റും. ഏത് പാട്ട്? അമ്പേ അമ്പേ കൊല്ലാതെ. അമ്മേ അമ്മേ കൊല്ലാതെയോ? ഈ പാട്ടങ്ങ് പാടിയിട്ട് നമ്മുടെ നേരെ വരുമ്പോ അമ്പ് ഇങ്ങനെ ജഗതി കാണിച്ചിട്ട് സൈഡിലേക്ക് നോക്കുള്ളൂ. എന്റെ പൊന്ന് ചേട്ടാ, അത് അമ്പല്ലത് അൻപാണ്, അല്ലാതെ ഈ പാട്ടും അമ്പുമായിട്ട് യാതൊരു ബന്ധവുമില്ല, മനസ്സിലായോ? പാട്ടും അമ്പുമായിട്ട് ഭയങ്കരമായിട്ട് ബന്ധമുണ്ട്. എന്ത് ബന്ധം? അത് മഹാഭാരതത്തിൽ ഭീഷ്മരുടെ ചങ്കത്ത് ഒരു അമ്പ് തെറിച്ച് അയ്യോ ഇത് അമ്പാണല്ലോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് പുറത്ത് പറൂന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര അമ്പങ്ങ് തെറിക്കുക. തുരുതുരാന്ന് അങ്ങോട്ട് ശരശയ്യ. അത് തന്നെ സാധനം അത് തന്നെ. ഇത് അമ്പ് തെറച്ചുകൊണ്ട് ഇപ്പൊ ഇദ്ദേഹം ഒരു പാട്ട് പാടി. അമ്പ് തിറക്കി ആരെങ്കിലും പാട്ട് പാടാൻ നിൽക്കോ ചേട്ടാ? പിന്നെ പിന്നെയും പിന്നെയും ആരോ 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 അങ്ങനെ. അല്ല എന്തിനാ ഈ പാട്ട് പാടിയത്? പിന്നെ അമ്പിനെ ആരോന്നല്ലാതെ ആരാരോന്ന് പറയുമോ? അതുകൊണ്ടല്ലേ പാട്ട് പാടിയത്? അതുകൊണ്ടാണ് അങ്ങനെ പാടിയത്. പക്ഷേ ചേട്ടാ, എന്റെ അഭിപ്രായത്തില് നമ്മൾ ഈ സ്ത്രീകളുണ്ടല്ലോ, എന്തെങ്കിലും ഒരു ആയോധന കല പഠിച്ചിരിക്കണം. അപ്പൊ അങ്ങനെ പഠിക്കുന്ന കൂട്ടത്തില് ഈ അമ്പെയ്ത്ത് നമ്മൾ ഈ മത്സര ഇനമാണ്, പക്ഷെ എന്നാലും പ്രായോഗികമായിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ടത് കരാട്ടയാണ്. അയ്യോ കരാട്ട പഠിക്കരുത്. കരാട്ടെ പഠിക്കണം. പെൺകുട്ടികൾ കറക്റ്റായിട്ട് പഠിക്കേണ്ട ആയോധന കല അമ്പെയ്ത്താണ്, കരാട്ട പഠിക്കരുത്. അല്ല ചേട്ടാ, നമുക്ക് എപ്പോഴും ഈ അമ്പും കയ്യിൽ കൊണ്ടു നടക്കാൻ പറ്റും. അപ്പൊ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പ്രാക്ടിക്കൽ ആവുന്നത് കരാട്ടയാണ്. ശരിയല്ലേ? എന്റെ അഭിപ്രായം പറഞ്ഞത് അനന്യ പഠിച്ച പോലെ കരാട്ട പഠിക്കരുത്, ആയോധന കലയായ അമ്പും വില്ല് ചെയ്യാൻ പഠിക്കേണ്ടത്. അല്ല ചേട്ടാ, കരാട്ടെ തന്നെയാ പഠിക്കേണ്ടത്. ഞാൻ അങ്ങനെ പറഞ്ഞ ഞാൻ സമ്മതിക്കില്ല. ഞാൻ ചേട്ടൻ എന്താ ഈ കരാട്ടയോട് ഇത്ര വലിയ വിരോധം? എന്റെ പെണ്ണുമ്പളെ ഇന്നലെ രാത്രി തെങ്ങ ചാരി നിർത്തി പഹുന്ന് ഇട്ടതേ ഞാനാ കൊണ്ട. അപ്പൊ ഈ നാട്ടിലെ ആമ്പിളേരൊക്കെ പെണ്ണുമ്പളമാരെ കുത്തുകൊള്ളണമെന്നാണ് നിങ്ങൾ പറയണേ. അനന്യ കരാട്ടയും പഠിച്ചിട്ടുണ്ട്. അനന്യ കരാട്ട പഠിച്ചിട്ടുണ്ടോ? അപ്പൊ അനന്യ ഞാൻ വീട്ടിൽ വന്ന് മേടിച്ചോളാം അമ്പും വില്ലും. അപ്പോൾ അനന്യ കുറേ സമയമായിട്ട് നമ്മുടെ കൂടെ ഇവിടെ ഉണ്ട്. ഒരുപാട് വിശേഷങ്ങളൊക്കെ നമ്മളോട് ഷെയർ ചെയ്തു. ഇനി എന്താണ് മലയാളി പ്രേക്ഷകരോട് പറയാറുള്ളത്? ഇനിയിപ്പോൾ തെലുങ്കിലേക്ക് വീണ്ടും പോവാണ് അടുത്ത ഷെഡ്യൂളായിട്ട് അല്ലേ? അപ്പോൾ അതിനു മുമ്പ് നമ്മുടെ മലയാളി ഓഡിയൻസിനോട് എന്താണ് പറയുക? നമുക്ക് ആഗ്രഹം ഇവിടെ തന്നെ നിൽക്കണം എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഞാൻ അന്യഭാഷയിൽ ഫിലിംസ് ചെയ്താലും എൻ്റെ മലയാളത്തിൽ ഞാൻ ഫിലിംസ് ചെയ്യാൻ നല്ല ഓഫേഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ ഞാനൊന്നും മിസ് ചെയ്യാറില്ല, ഞാൻ ചെയ്യാറുണ്ട്. ഇനിയും നല്ല ഓഫേഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ ഫിലിംസ് ചെയ്യും. എനിക്ക് വന്ന പ്രോജക്ട്സ് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല എൻ്റെ ഈ ഒരു ഫിലിമിൽ ഞാൻ കമ്മിറ്റ്മെൻറ്റ് കാരണം നമ്മൾ ഒരു തെലുങ്ക് ഫിലിം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഷെഡ്യൂൾസ് ആയിരിക്കും. സോ എന്തായാലും ഞാൻ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട് എൻ്റെ മലയാളി പ്രേക്ഷകരെ, എൻ്റെ മലയാളം ഫിലിമിന്. നല്ലൊരു സിനിമയായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ എനിക്ക് വരാൻ സാധിക്കണമെന്നാണ് ആഗ്രഹം. അപ്പോൾ നമ്മുടെയും ആഗ്രഹം അത് തന്നെയാണ്. നമ്മുടെ മലയാളികളായ നായികമാർ നമ്മുടെ മലയാളത്തിൽ ധാരാളം ഉള്ളപ്പോൾ നമുക്കതൊരു സന്തോഷമാണ്. അന്യഭാഷ നായികമാരെ സ്ക്രീനിൽ കാണാൻ കഴിഞ്ഞ് നമുക്ക് എപ്പോഴും സന്തോഷം കൂടുതൽ നമ്മുടെ നായികമാരെ കാണാൻ തന്നെയാണ്. അനന്യ പെരുമ്പാവൂരുകാരിയാണ് അല്ലേ? അതെ. ഇപ്പൊ സെറ്റിൽ ചെയ്തിരിക്കുന്നത് ഞങ്ങള് തൃശ്ശൂരാണ് ഇപ്പൊ സെറ്റിൽ ചെയ്തിരിക്കുന്നത്. കൈ നിറയെ ചിത്രങ്ങളുമായിട്ട് നമ്മുടെ സൗത്ത് ഇന്ത്യയിലെല്ലാം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുക, അല്ലെങ്കിൽ ഇന്ത്യ ഒട്ടാകെ അറിയപ്പെടുന്ന ഒരു നടിയായിട്ട് ഇങ്ങനെ എപ്പോഴും നിറഞ്ഞു നിൽക്കുക. അപ്പോൾ നല്ലൊരു ഗംഭീര വർഷം ആയിരിക്കട്ടെ ഈ 2016 ഒരിക്കൽ കൂടി ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ് അനന്യ. അപ്പോൾ സുരാജേട്ടാ, നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ സുരാജിനെ കാര്യമായിട്ട് മിസ് ചെയ്തു അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ സുരാജിന്റെ എപ്പിസോഡ് കാണുന്നുണ്ടാവും. സുരാജേട്ടനോട് പറഞ്ഞോളൂ. സുരാജേട്ടാ, എല്ലാവരെയും സ്നേഹാന്വേഷണമുണ്ട്, പ്രത്യേകിച്ച് എൻ്റെ മമ്മിയുടെ. ഞാനിങ്ങനെ ഈ ഒരു പ്രോഗ്രാമിനാണ് വരുന്നതെന്ന് പറഞ്ഞപ്പോൾ അത്രയും റീച്ച് ഉണ്ട് ഫ്ലവേഴ്സിൽ ഈ ഒരു കോമഡി സൂപ്പർ നൈറ്റ്. അപ്പോൾ എന്തായാലും അടുത്തൊരു സൂപ്പർ ഹിറ്റ് സിനിമയുടെ ഭാഗമായിട്ട് വീണ്ടും ഇവിടെ സുരാജേട്ടനും കൂടെ ഉള്ള ഇതേ ഫ്ലോറിൽ വരണം. തീർച്ചയായിട്ടും. കോമഡി സൂപ്പർ നൈറ്റിന്റെ മറ്റൊരു രസകരമായ ചിരി അരങ്ങ് കൂടി ഇവിടെ അവസാനിക്കുകയാണ്. കൂടുതൽ ചിരിക്കാഴ്ചകളുമായി വീണ്ടും നാളെ കാണാമെന്ന ശുഭപ്രതീക്ഷയോടെ തൽക്കാലം ഞങ്ങൾ വിട പറയുന്നു. ബൈ.